അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക. ഈ മഹാനവറുകൾ വഫാത്തായി 800 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രവാചകനെ മറവ് ചെയ്തത്. അത്രയും കൊല്ലം ഈ പ്രവാചകനെ ഒരു സമൂഹം സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവരെന്തിനാണ് സംരക്ഷിച്ചു വെച്ചത്? അപ്പൊ ഇത്രയും വർഷമായി 800 വർഷത്തോളം ഈ പ്രവാചകനെ അവർ എന്തിനായിരുന്നു സംരക്ഷിച്ചു വെച്ചത് എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകൻ വഫാത്തായതിനു ശേഷം ആ നബിയുടെ അടുക്കൽ പോയി ദുആ ചെയ്താൽ പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുകയും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യും. അതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ആ പ്രവാചകൻ ഏതാണ്? നമുക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ആ പ്രവാചകന്റെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകും. ആ പ്രവാചകൻ ഏതാണ്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ നബിയുടെ മേലൊരു ഫാത്തിഹ നമ്മൾ ഓതിയാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷ കിട്ടുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അത് അനുഭവിച്ച് അറിഞ്ഞതാണ്. ആ നബിയുടെ പേര് എന്താണ്? ആ നബിയുടെ ഖബർ എവിടെയാണ്? ആ നബിയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പലർക്കും അറിയാത്ത ഒരു പ്രവാചകനാണ്, ഒരു നബിയാണ് ഈ പറയാൻ പോകുന്ന നബി. നമ്മൾ ഒരു കുടുക്കിൽപ്പെട്ടാൽ, ഒരു പ്രതിസന്ധിയിൽപ്പെട്ടാൽ ഈ നബിയുടെ പേർക്ക് ഒരു ഫാത്തിഹ ഓതിയാൽ നമ്മൾക്ക് അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുന്നതാണ്. നമ്മളൊരു കടക്കണിയിൽ പെട്ടുപോയി, സ്ഥിരമായി ഈ നബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഏതാണ് നബി എന്ന് നമുക്ക് നോക്കാം. മഹാനായ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമുക്കൊരു പ്രശ്നം, പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹദറത്ത് ദാനിയേൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ നിങ്ങൾ ഓതുക. ദാനിയേൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഫാത്തിഹ ഓതിയതിന് മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുക. എന്നിട്ട് ആ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതുക. ആദ്യ റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതുക. എന്നിട്ട് ആ പ്രവാചകന്റെ മേൽ, ആ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ ഫാത്തിഹ ഓതുക. എന്നിട്ട് നിങ്ങളുടെ ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ പടച്ചവൻ നിറവേറ്റി തരുന്നതാണ്. മഹാനായ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. അദ്ദേഹം വഫാത്തായി 800 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രവാചകനെ മറവ് ചെയ്യുന്നത്, ഈ നബിയെ മറവ് ചെയ്യുന്നത്. അത്രയും കൊല്ലം ആ നബിയെ ഒരു സമൂഹം സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവരെന്തിനാണ് സംരക്ഷിച്ചതെന്ന് കേട്ടാൽ, ആ നബി വഫാത്തായതിനു ശേഷം ആ നബിയുടെ അടുക്കൽ പോയി ദുആ ചെയ്താൽ പെട്ടെന്ന് അല്ലാഹു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. അവർക്ക് അല്ലാഹു മഴ നൽകുന്നതാണ്. അത്രത്തോളം ബർക്കത്താക്കപ്പെട്ട ശരീരമാണ്. അവർ എങ്ങനെയാണ് ദുആ ചെയ്യുന്നതെന്ന് കേട്ടാൽ, അല്ലാഹുവേ ദാനിയേൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളും അല്ലാഹുവേ വേദനകളെല്ലാം നീ നീക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. അതിനുവേണ്ടിയാണ് അവർ 800 കൊല്ലമാ നബിയെ സംരക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, 800 കൊല്ലം മറവ് ചെയ്യാതെ വെച്ചിരുന്നാൽ ആ ശരീരം മണ്ണ് തിന്നില്ലേ, പുഴുവരിക്കില്ലേ എന്ന്. എന്നാൽ കേട്ടോളൂ, അംബിയാ മുർസലീങ്ങളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല, അത് പുഴു തിന്നുകയില്ല, മണ്ണരിക്കൂല. അംബിയാ മുർസലീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയൊരു നിഅമത്താണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പക്ഷേ അവരുടെ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവരുടെ ശരീരം മണ്ണ് തിന്നുക എന്നുള്ളത് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അത്രയും മഹത്വമുള്ള ശരീരങ്ങളാണ് അല്ലാഹുവിന്റെ അംബിയാക്കളുടെ, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ. മഹാനായ പ്രവാചകനെ മറവ് ചെയ്തിട്ടുള്ളത് അലക്സാണ്ട്ര എന്ന സ്ഥലത്താണ്. ഈജിപ്തിലെ അലക്സാണ്ട്ര എന്ന സ്ഥലത്താണ്. കഴിയുന്ന ആളുകളൊക്കെ അവിടെ പോയി മഹാനവറുകളെ സിയാറത്ത് ചെയ്ത് ആ ഹദറത്തിൽ വെച്ചൊരു ഫാത്തിഹ നിങ്ങൾ ഓതണം. ഈ പറഞ്ഞു തന്ന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സർവ്വ അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ എല്ലാം അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദാരിദ്ര്യങ്ങളിൽ അല്ലാഹു കാക്കുമാറാകട്ടെ. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ ഏതൊരു മേഖലയിൽ ഇറങ്ങിയാലും അല്ലാഹു വിജയം നൽകുമാറാകട്ടെ.
അല്ലാഹു നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ തൊഴിലുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ശരീരങ്ങളിൽ എല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകന്മാരെ സ്വപ്നം കാണാൻ, പ്രത്യേകിച്ച് മുത്ത് നബിയെ നമ്മുടെ സ്വപ്നത്തിൽ കാണാൻ നാം ചെയ്യേണ്ടത് അവരെ നാം കൂടുതലായി സ്നേഹിക്കുക, അവരുടെ ചരിത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അവരെ കുറിച്ച് നമ്മൾ പഠിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്ത് ചൊല്ലുന്നവർ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ശരീഫ് നമ്മളെ ഭവനങ്ങളിൽ പാരായണം ചെയ്യണം. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എത്രത്തോളം സലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്ത് ഇടണം മുഅ്മിനീങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, ഹബീബായ നബി തങ്ങളുടെ മേലുള്ള മൗലിദ് ശരീഫുകളൊക്കെ നമ്മുടെ ഭവനത്തിൽ പാരായണം ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. പടച്ചവനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ വലി അഹ്ബാബിനാ വലി അശാഇരിനാ വലി ഖബായിലിനാ വലി ജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ അലൈനാ വലി ജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖിനാ റബ്ബനാ ശർറ മാ ഖളൈത. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബനാ വമാ കമാ റബ്ബനാ സിഗാറാ. പടച്ചവനെ, ഞങ്ങൾ പ്രവാചകന്മാരുടെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ഈ മജ്ലിസിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ വിടണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ ഭവനമില്ലാത്ത എത്രയോ പേരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്, മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങുന്ന സ്ഥാപനങ്ങളിൽ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളിലും, ഞങ്ങളുടെ ജോലികളിലും, ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.